അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയായും സഭയായും കിട്ടിയിരിക്കുന്ന ഒരു സുവർണ മുഹൂർത്തത്തിലേക്ക്, ഒരു ആത്മപരിശോധനയുടെ നിമിഷങ്ങളിലേക്ക് വീണ്ടും നമ്മെ എത്തിക്കുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ നോയമ്പിൻ്റെ കാലയളവ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, സമാഗതമായിരിക്കുന്നു. ഈ നോമ്പിൻ്റെ ചിന്തകളും ഞാനും നിങ്ങളും ദൈവമുൻപാകെ നടത്തുന്നതായ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയും എത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ഇംഗിതവും ഇച്ഛയ്ക്കും അനുസരിച്ചാകുന്നുവെന്നും ചിന്തിക്കുവാൻ ഈ നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കിട്ടുന്ന സമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ഏതാണ്ട് 40-45 ദിവസങ്ങൾ വിശുദ്ധ നോയമ്പിൻ്റെയും പീഡാനുഭവ വാരത്തിൻ്റെയും ദിവസങ്ങളായി നാം കൊണ്ടാടുവാൻ പോകുകയാണ്. ഒരുപക്ഷെ ഇന്നും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഒട്ടും ഭേദഗതികൾ വരുത്താതെ യാതൊരു വിധമായ മൂല്യങ്ങൾക്കും അയവ് വരുത്താതെ ഇത്രമാത്രം ശ്രേഷ്ഠതയോടും അച്ചടക്കത്തോടും കൂടി മറ്റൊരു സഭയിൽ ഈ നോമ്പ് കൊണ്ടാടുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. കാരണം പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിക്കനുസരിച്ച് ചില മോഡിഫിക്കേഷൻസ് അവരവരുടെ പ്രാർത്ഥനായാമങ്ങളിലും അവരവരുടെ പ്രാർത്ഥനകളിലും കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നവർ പറയും. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നു, വൈ വി ഹാവ് ടു സഫർ ഫോർ ഓൾ ദീസ് 40 days + 10? എന്തുകൊണ്ട് ഈ 40, 10, 50 ദിവസം നമ്മൾക്ക് കഷ്ടാനുഭവത്തിലൂടെ, ഈ ഇത്രമാത്രം പീഡനത്തിലൂടെ നാം കഴിഞ്ഞു പോകണം എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും പലരും ചോദിക്കും. എന്നെ സംബന്ധിച്ച് ഈ വിശ്വാസത്തിൻ്റെ തീവ്രത, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് വേദപുസ്തകാധിഷ്ഠിതമാണ്. ഞാൻ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ അല്പസമയത്തിന് ശേഷം കടന്നു വരാം. വേദപുസ്തകാധിഷ്ഠിതമായ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മനുഷ്യരാശിയെ, മനുഷ്യ സമൂഹത്തെ ഏത് പ്രകാരം ആത്മീയമായ ശക്തിയിലേക്കും ആത്മീയമായ നവോത്ഥാനത്തിലേക്കും നയിക്കുന്നു എന്നുള്ളത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രമാത്രം ദീർഘദിവസങ്ങളിലേക്കുള്ള നോയമ്പ്? എന്തിനാണ് ഇത്രമാത്രം കുമ്പിടിയിലുകൾ? എന്തിനാണ് ഇത്രമാത്രം ഭക്ഷണ സാധനങ്ങളെ വർദ്ധിക്കുവാനായിട്ടുള്ള ആഹ്വാനങ്ങൾ? പ്രത്യേകിച്ച് 33-ാം അധ്യായം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7-ാം വാക്യം, ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്തു എന്നോട് ദ്രോഹിച്ചതുമായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. സകല അകൃത്യങ്ങളെയും മോചിച്ച് യഹൂദയുടെയും ഇസ്രായേലിന്റെയും പ്രവാസികളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വർഗീയമായ അനുഭവത്തിലേക്ക്, ദൈവം തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതായ ആ സിംഹാസനത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുവാനായിട്ടാണ് ഈ നോമ്പ് നമുക്ക് സഭ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ നോമ്പിന്റെ അവസ്ഥ, ആ നോമ്പിന്റെ പ്രസക്തി എന്താണെന്ന് നാം ചിന്തിക്കണം. ഇംഗ്ലീഷ് ചിന്താഗതി അനുസരിച്ച് അവരുടെ ലെൻ പീരീഡ് എന്ന് പറയുന്നത്, അവർ വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഈ ഉപവാസ ദിവസങ്ങളെ അവർ ക്രോഡീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇറ്റ്സ് എ ടൈം ബിറ്റ്വീൻ ദ വിന്റർ ആൻഡ് ദ സമ്മർ. വിന്ററിന്റെയും ഹേമന്തകാലത്തിന്റെയും സമ്മർ കാലയളവിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെയാണ്
അവർ ലെൻ പീരീഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. അവർ പറയുന്നു ആ പീരീഡിന്റെ പ്രത്യേകത വിന്റർ കാലയളവിൽ മഞ്ഞ് ഉരുകുവാനുള്ള സാധ്യതയും സമ്മർ കാലയളവിൽ പുഷ്പങ്ങൾ പുഷ്പിക്കുവാനുള്ളതായ അല്ലെങ്കിൽ ചെടികൾ പുഷ്പിക്കുവാനുള്ളതായ സാഹചര്യവും ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് ഒരു ലെൻ പീരീഡ് യൂറോപ്യൻസ് അമേരിക്കൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഈ ഒരു കാലയളവിലേക്കല്ല നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെടുന്നു, നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകളെയും കുറ്റങ്ങളെയും നിനക്ക് ഒന്നുകൂടി ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിന്നെ തന്നെ സമർപ്പിച്ച് നിന്റെ സകല പാപങ്ങളും മോചിച്ച് നീ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ സൃഷ്ടിയായി യഹോവയുടെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാനായിട്ടാണ് ഈ ക്രമീകരണം സഭ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനെ 40 ദിനരാത്രങ്ങള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 40 ദിനരാത്രങ്ങള് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നടത്തി എന്ന് നാം കാണുന്നു. അതിനെ ബേസ് ചെയ്താണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസികൾ വീണ്ടും ഒരു വലിയ നോയമ്പിലേക്ക് കടന്നു വരുന്നത്. എന്താണ് ഈ നോയമ്പ്? ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദിസ് ഇസ് എ ഡിവൈൻ തെറാപ്പി. ദിസ് ഇസ് എ ഡിവൈൻ തെറാപ്പി. തെറാപ്പി നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഫിസിയോതെറാപ്പിയെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു ഡിവൈൻ തെറാപ്പി ഈ നോമ്പിലൂടെ എനിക്കും നിങ്ങൾക്കും ഇന്ന് സഭ വാഗ്ദാനം ചെയ്യുകയാണ്. തെറാപ്പി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രോഗ ശുശ്രൂഷയാണ്. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ബലിഷ്ഠമാകുവാനായിട്ട് ശക്തി പ്രാപിക്കുവാനായിട്ട് തരുന്നതായ മാർഗങ്ങളാണ് തെറാപ്പിസ്റ്റുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് ഒരു വലിയ ഡിവൈൻ തെറാപ്പി ഈ 40 ദിവസത്തെ നോമ്പ് കൊണ്ടും അതിനോട് ശേഷം വരുന്ന 10 ദിവസത്തെ പീഡാനുഭവ ദിവസങ്ങളോടൊപ്പം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ നോയമ്പിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ നോമ്പിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടും അറിയേണ്ടതായിട്ടുമുണ്ട്. ഈ നോമ്പ് കാലയളവില് നമ്മളെല്ലാം വർജിച്ചിട്ട് നമ്മളെ തന്നെ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നമുക്ക് നടക്കുവാനായിട്ടുള്ള ഒരു വലിയ പുണ്യ അവസരം. ഇതൊരു പുണ്യകാലമാണ്. ഈ പുണ്യകാലത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളിയാകുവാനായിട്ട് സാധിക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനോടൊപ്പം നടക്കുവാനും ഇരിക്കുവാനും ഭക്ഷിപ്പാനും ചിന്തിപ്പാനും ദൈവം നമുക്കൊരു പുണ്യകാലത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കളെ, നമ്മളുടെ ഈ ദിവസങ്ങളൊന്നും നാം വൃഥാവായി കളയുവാനായിട്ട് ഇടവരരുത്. കാരണം നമുക്ക് അസുലഭമായി ലഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തെ നാം ശരിയാവണ്ണം വിനിയോഗിക്കണം. കാരണം എന്താണെന്നറിയാമോ? നാം ഓരോരുത്തരും പാപികളാണ്. ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പറഞ്ഞു, മാൻ ഹാസ് ദ പെക്യൂലിയർ ലാക്ക് ഓഫ് സ്പോയിലിംഗ് ഹിംസെൽഫ്. മനുഷ്യ സൃഷ്ടിയുടെ കാലം മുതൽ തന്നെ അവന് കൊടുത്തിരിക്കുന്ന ഒരു വരമാണ് അവനെ നശിപ്പിക്കാനായിട്ടുള്ള എല്ലാ മാർഗവും അവനിലുണ്ട്. Man has got all the qualities to spoil himself. അവനെ തന്നെ നശിപ്പിക്കാനായിട്ടും അവനെ തന്നെ നിർവികാരനാക്കാനായിട്ടും അവനെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റാനായിട്ടുമുള്ള എല്ലാ മാർഗങ്ങളും മനുഷ്യരിലുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തോട് വീണ്ടും പറയുകയാണ്, നിനക്ക് ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ടുള്ള ഒരു പുണ്യകാലം. ഈ പുണ്യകാലത്തിന്റെ ശ്രേഷ്ഠത എന്താ? ഈ പുണ്യകാലത്തിൽ ജീവിച്ച് യഥാർത്ഥമായ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ എത്രയോ വേദശാസ്ത്രജ്ഞന്മാര് വേദപുരുഷന്മാര് നമ്മുടെ മുൻപിൽ ജീവനോടെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് വേദപുസ്തകം പറയുന്നു, പാപത്തിലായ മനുഷ്യൻ പാപത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ പാപത്തിന്റെ ഇന്റൻസിറ്റി, ആ ഊർജം വർദ്ധിച്ചു വരികയാ ചെയ്യുന്നത്. പാപത്തിലായ മനുഷ്യൻ വീണ്ടും അവന്റെ പാപത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ പാപത്തിന്റെ ആർജവത്വം, അവന്റെ പാപത്തിന്റെ ശക്തി ഏറി വരുന്നു. ദിസ് എ പെക്യൂലിയർ ഫിനോമിനൻ. ഇതൊരു പ്രത്യേക സിദ്ധിയാണ്, ഒരു പ്രത്യേക അവസ്ഥയാണ്.
The more you are committed in sin, and the more you peep into it, the more committed, the more sinner you become. നീ എത്രമാത്രം പാപിയാണോ, നിന്റെ പാപത്തിലേക്ക് നീ വീണ്ടും വീണ്ടും നോക്കുകയാണോ ചെയ്യുന്നത്, നിന്റെ പാപജീവിതം വർദ്ധിക്കുകയല്ലാതെ അത് കുറഞ്ഞു വരികയില്ല. വിശുദ്ധ വേദപുസ്തകം ഈ വലിയ സത്യത്തിന് സാക്ഷിയായി നിൽക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകം നാം വായിച്ചു നോക്കുമ്പോൾ യോന ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യോന പാപത്തിലേക്കല്ല നോക്കിയത്, തന്റെ പാപത്തിലേക്ക് വീഴേണ്ട കണ്ണുകളെ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നീക്കി യഹോവയെങ്കിലേക്ക് നോക്കിയപ്പോൾ യോനായ്ക്ക് കിട്ടിയതായ സിദ്ധി എന്ന് പറയുന്നത് അവന്റെ സൈന്യങ്ങളുടെ ശക്തിയിൽ നിന്ന്, ആക്രമണകാരികളായ സൈന്യങ്ങളിൽ നിന്ന് യോനായ്ക്ക് മോചനം ലഭിച്ചു. അപ്പൊ യോനയുടെ മോചനം എന്ന് പറയുന്നത് പാപത്തിലായ മനുഷ്യൻ പാപത്തിലേക്ക് നോക്കിയത് കൊണ്ടല്ല, പിന്നെയോ പാപിയായ മനുഷ്യനാണെന്നും ഇനിയും എനിക്ക് പാപം ചെയ്യാതെ ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിക്കണമെന്ന് കണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ യോനയുടെ ജീവിതത്തില് ഒരു പുതിയ പരിവർത്തനം ഉണ്ടായി, ഒരു പുതിയ ഉന്മേഷമുണ്ടായി, ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടായി. ഇതാണ് യോനയുടെ ജീവിതത്തിന്റെ പ്രസക്തി. വീണ്ടും നാം നോക്കണം പത്രോസിന്റെ ഉണ്ടായതായ അനുഭവം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് 14-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പത്രോസ് കാറ്റിനെ നോക്കി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 29-30 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, പത്രോസ് ദൈവത്തെ നോക്കുന്നതിന് പകരം കാറ്റിനെ നോക്കി. എന്താ സംഭവിച്ചത്? കടലിരമ്പി, ജലമിരമ്പി. ഈ കടലിൽ പത്രോസ് മുങ്ങി ചാകാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഞാൻ ദൈവത്തെ നോക്കാതെ കാറ്റിനെ നോക്കിയത് കൊണ്ട്, എന്റെ കാഴ്ചപ്പാടിതായി പോയത് കൊണ്ട്, ഞാൻ കാണേണ്ടതിനെ കാണാഞ്ഞത് കൊണ്ട് എന്റെ ജീവിതത്തിൽ അരിഷ്ടതയുണ്ടാകാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിയ പത്രോസ് ഉടൻ തന്നെ കാറ്റിൽ നിന്ന് തന്റെ കണ്ണിനെ മാറ്റുകയും ആ പത്രോസ് ദൈവത്തിങ്കിലേക്ക് നോക്കി. ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ, തന്റെ യഹോവയെങ്കിലേക്ക് നോക്കിയപ്പോൾ, യഹോവയായ ദൈവം നമ്മുടെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും പത്രോസിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ നോക്കേണ്ടതിനെ നോക്കാതെയും കാണേണ്ടതിനെ കാണാതെയും കാണരുതാത്തതിനെ മേൽ മാത്രം കാണുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ആ യാത്രയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നാം വിസ്മരിക്കരുത്. യോനയുടെ ജീവിതത്തിലെ വ്യതിയാനം എങ്ങനെ സംഭവിച്ചു? യോനയുടെ ജീവിതത്തിലെ വ്യതിയാനം, ദൈവത്തെ നോക്കിയപ്പോൾ യോനയുടെ ജീവിതത്തിലേക്ക് വ്യതിയാനം വന്നു. പത്രോസിന്റെ ജീവിതത്തിലും കാറ്റുമുണ്ട്, യഹോവയുമുണ്ട്. പക്ഷേ ആദ്യം പത്രോസ് കാറ്റിനെ നോക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പത്രോസിന്റെ ജീവിതത്തിലെ ഒരു വലിയ അസന്നിഗ്ധാവസ്ഥ അവിടെ ഉണ്ടാകുകയും പത്രോസ് ഉടൻ തന്നെ പാപത്തിലായ പത്രോസ് ദൈവത്തെങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു. ഈ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഇതിനോടൊപ്പം ചേർന്ന് ഒരു പ്രത്യേക വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യോനയ്ക്കുണ്ടായതായ അനുഭവം, പത്രോസിനുണ്ടായതായ അനുഭവം. എന്നാൽ ഇതിൽ നിന്നും ഒക്കെയും വ്യത്യസ്തമായ ഒരനുഭവമാണ് ഇന്ന് ഈ നോയമ്പിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വേദപുസ്തകം ദാനമായി തരുന്നത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നു, യെശയ്യാ പ്രവാചകൻ തന്റെ അശുദ്ധിയിൽ ശുദ്ധതയുള്ള ദൈവസന്നിധിയിലേക്ക് നോക്കിയപ്പോൾ ഒരു തീക്കനൽ അവന്റെ വായ്ക്ക് അടുപ്പിക്കുകയും ആ തീക്കനലിന്റെ സ്പർശം കൊണ്ട് യെശയ്യാവ് ശുദ്ധിമാനായി മാറുകയും ചെയ്തു, ശുദ്ധമുള്ളവനായി മാറുകയും ചെയ്തു. യെശയ്യാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധതയിലേക്കുള്ള ഒരു യാത്ര. അത് യോനയുടെ ജീവിതത്തിൽ ഉണ്ടായ യാത്രയെ പോലെയല്ല, പത്രോസിനുണ്ടായതായ യാത്രയെ പോലെയല്ല. പക്ഷെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ ആ
കഷ്ടപ്പാട് എന്ന് പറയുന്നത്. യെശയ്യാവിനെ അറിയാമായിരുന്നു തീർത്തും താൻ പാപിയാണ് എന്നും താൻ അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് എന്നും യെശയ്യാ പ്രവാചകന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ അശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കിയാൽ മാത്രം പോരാ, നോക്കിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. അവിടെയാണ് നിന്റെ പാപത്തിൽ നിന്നും, നിന്റെ പാപം എത്ര കഠിനമായാലും, നിന്റെ തെറ്റുകൾ എത്ര കഠിനമായാലും, ആ തെറ്റുകളിൽ നിന്നും ആ പാപങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാനായിട്ട് ഒരു തെറാപ്പി ആവശ്യമാണ്. ആ തെറാപ്പിയിലാണ് ഒരു തീക്കനലെടുത്ത് യെശയ്യാവിന്റെ നാവിന്മേൽ വായ്ക്കെടുത്ത് വെക്കുകയും ആ തീക്കനലിന്റെ ശക്തിയിൽ യെശയ്യാവ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധതയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും എത്ര ആത്മസമർപ്പണത്തോടും ശാരീരിക സമർപ്പണത്തോടും നോയമ്പ് നോക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ, ദൈവം എന്നെ നിങ്ങൾ അശുദ്ധന്മാരായ നമ്മളെ ശുദ്ധതയെങ്കിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അത്ര നിസ്സാരമായി ശുദ്ധതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. വളരെ കൃത്യമായ ഒരു വർണ്ണനയ ഈ യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായം കാണുന്നത്. അവിടെ ആ പുസ്തകം ആ വേദഭാഗം ഒന്ന് വായിക്കുമ്പോൾ യെശയ്യാവ് പറയുകയാണ്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് മാത്രമല്ല, കർത്താവിന് ചുറ്റും സെറാഫുകൾ ഇങ്ങനെ ജാഗരൂകരായി നിന്ന് സേവനം ചെയ്യുന്നത് കണ്ടു. ഈ സെറാഫുകൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 6 ചിറകിൽ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് കാല് മൂടി, 2 ചിറക് കൊണ്ട് പറന്നുയർന്നു. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആ ഇമ്പകരമായ ഒരവസ്ഥ സെറാഫുകളുടെ കൂട്ടായ്മ അവിടെ ഉണ്ട്. സെറാഫുകളുടെ കൂട്ടായ്മയിൽ അവർ ദൈവനിയോഗപ്രകാരം, ദൈവപ്രേരിത ചിന്തപ്രകാരം പ്രവർത്തിക്കുന്നവരാണ്. അവരെന്ത് ചെയ്തു? അവർക്ക് 6 ചിറകുകളുണ്ട്. ആ ഈ 2 ചിറകുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ദൗത്യമുണ്ട്. 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് കാലുകൾ മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നുയർന്നു. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നത്? ഇതാണ് സ്വർഗീയമായ അനുഭവം. ഇതാണ് സ്വർഗീയമായ അനുഭവം. ഇതാണ് നാം മരണസമയത്ത് മരിച്ചു പോകുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നാം പറയുന്നു, കർത്താവേ, ഈ ആത്മാവിനെ നീ ഇമ്പങ്ങളുടെ പരദീസായിൽ സ്വീകരിക്കണമേ എന്നാ പറയുന്നത്. എന്താ ഇമ്പങ്ങളുടെ പരദീസ? ഇമ്പങ്ങളുടെ പരദീസ എന്ന് പറയുന്നത് സറാഫുകളുടെ പരദീസ. യഹോവയായ ദൈവം പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സറാഫുകൾ ചുറ്റും നിന്നുകൊണ്ട് ആർത്തു വിളിക്കുന്ന ആ ഇമ്പങ്ങളുടെ പരദീസ. ആ പരദീസയിൽ നിന്നുകൊണ്ട് സറാഫുകളുടെ ഒരു വലിയ സമൂഹം, ഒരു വലിയ ഗണം അവിടെ ഉണ്ട്. സറാഫുകൾ പറയുകയാണ് ഒരുത്തനോട്, നോക്കണം 3-ാമത്തെ വാക്യത്തിൽ, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സറാഫുകൾ ആർത്തു വിളിക്കുകയാ. ഈ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് പോകുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഈ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ്, അശുദ്ധിയെ മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ട് പാപരഹിതമായ ജീവിതത്തിലൂടെ ശുദ്ധിയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ഒരു വലിയ അവസ്ഥ കണ്ടു. ഇതാണ് ഇമ്പങ്ങളുടെ പരദീസ. ഇതാണ് ശ്രേഷ്ഠകരമായ യഹോവയുടെ വാസസ്ഥലം. ഇതാണ് സ്വർഗീയ അനുഭവം. ആ സ്വർഗീയ അനുഭവത്തെ അശുദ്ധിയിൽ നിന്നുകൊണ്ട് യെശയ്യാവ് കണ്ടപ്പോൾ യെശയ്യാവ് മനസ്സോട് വിളിച്ചു പറയുക, അപ്പോൾ എനിക്കയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം.
ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. നോക്കണം, യെശയ്യാവിന്റെ നോമ്പ് നോറ്റടുത്ത് വരുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്വർഗീയമായ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ച്, ദൈവമേ എന്റെ നോമ്പും എന്റെ ഉപവാസവും എന്റെ പ്രാർത്ഥനയും എന്നെ നിന്റെ സ്വർഗീയ അനുഭവത്തിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരും, ഇന്ന് സമൂഹം മുഴുവനും ദൈവത്തിന്റെ മഹിമയിൽ, ദൈവത്തിന്റെ ആ അവസ്ഥയെ കണ്ടുകൊണ്ട്, സ്വർഗീയാനുഭവത്തെ കണ്ടുകൊണ്ട്, അയ്യോ ഒരു വലിയ വിലാപമാ, നെഞ്ചത്തടിച്ചുകൊണ്ട് വിലപിക്കുക. എന്താ പറയുന്നത്? എനിക്ക് അയ്യോ കഷ്ടം, ഐ ആം എ ടോട്ടലി ലോസ്റ്റ് പേഴ്സൺ, ഐ ആം എ മിസറബിൾ പേഴ്സൺ. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു. There can be no retrieval for me, there can be no redemption for me. And he is making his earnest prayer. മാതാപിതാക്കളെ, ഈ സമയത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്കെല്ലാം നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം അവന്റെ പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി, അവന്റെ പ്രാർത്ഥനയുടെ തീവ്രത. ഞാനെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ, എന്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തത്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ ഞാൻ പാർക്കുന്നു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കുമ്പിടുമ്പോൾ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ കാവൽക്കാരായ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കോടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കോടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. You cannot make an easy flight to the kingdom of God. You cannot make an easy flight. പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ടിക്കറ്റ് എടുത്ത് വിസായും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പക്ഷെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് സറാഫുകൾ വരണം. നീ അരിഷ്ടനായ മനുഷ്യനാണ്, നീ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, നീ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്. നിനക്ക് സ്വർഗത്തിലേക്ക് യാത്രയൊരുങ്ങണമെങ്കിൽ, ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്കുള്ള യാത്രയൊരുങ്ങണമെങ്കിൽ സറാഫുകൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. യെശയ്യാവിന്റെ ഹൃദയത്തിലേക്ക് സറാഫുകളിൽ ഒരുത്തൻ ഇറങ്ങി വരികയും യാഗപീഠത്തിൽ നിന്ന്, റിമെമ്പർ ഇറ്റ്സ് നോട്ട് ഫ്രം എനിവെയർ എൽസ്, മറ്റൊരിടത്ത് നിന്നല്ല ഈ തീക്കനൽ എടുത്തത്, വിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. അതെന്റെ വായ്ക്ക് വെച്ചു, അതെന്റെ വായ്ക്ക് വെച്ചു. ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീക്കി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉപവാസവും പ്രാർത്ഥനയും നോമ്പും എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫോർമാലിറ്റി, ഇറ്റ്സ് നോട്ട് എ ഫോർമലിസം, ബട്ട് വാട്ട് ഈസ് ഇറ്റ് മോർ? അതിനുശേഷം അതിനേക്കാൾ ഉപരിയായി ഇത് എന്താണ്? സറാഫുകൾ ഒരു തീക്കനലുമായി, യാഗപീഠത്തിൽ നിന്ന് തീക്കനലുമായി നിന്റെ അടുത്തേക്ക് പറന്നു വന്നിട്ട് നിന്റെ വായ്ക്കത് തൊടുവിച്ചിട്ട് ഈ സറാഫ് പറയുക, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ, നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തീക്കനൽ ഇറങ്ങണം.
സ്വർഗത്തിൽ നിന്ന് തീക്കനൽ ഇറങ്ങണം. ഇതിന്റെ നിന്റെ നാവിനെയും നിന്റെ വായയെ സ്പർശിക്കണം. നിന്റെ നാവിനെയും നിന്റെ വായയെയും സ്പർശിച്ചു കഴിയുമ്പോൾ മാത്രമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുകയുള്ളൂ. നിനക്ക് സ്വർഗത്തിന്റെ അംശിയായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ലോകം കാണുവാനായിട്ട്, ലോകരെ കാണിക്കുവാനായിട്ട്, സമൂഹത്തെ കാണിക്കുവാനായിട്ട് വിശുദ്ധ ദേവാലയത്തിൽ നിങ്ങൾ എത്ര സമയം ചെലവഴിച്ചാലും, ഏതെല്ലാം രീതിയിൽ പ്രാർത്ഥിച്ചാലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുകയില്ല. പരിവർത്തനത്തിന് ഈ നോയമ്പിന്റെ പ്രാരംഭ ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, പരിവർത്തനത്തിനായി നാം യാചിക്കുമ്പോൾ, നമുക്ക് ആത്മാർത്ഥമായി യാചിക്കാം. കർത്താവേ, നിന്നെ ഞാൻ കഴിക്കുന്ന ഈ നോയമ്പ് കൊണ്ടും ഈ ഉപവാസം കൊണ്ടും ഈ പ്രാർത്ഥന കൊണ്ടും നിന്റെ സറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിന്മേൽ വെച്ചിരിക്കുന്ന ഈ തീക്കനലുമായി എന്റെ വായുടെ അടുത്തേക്ക് കടന്നു വരികയും അതെന്നെ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ, ഇതാ നിന്റെ അശുദ്ധി മാറി നീ ശുദ്ധമാക്കപ്പെട്ടവനായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ എനിക്കിട വരുത്തണമേ. This is real fasting. This is real fasting. എന്നിട്ട് അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ അനന്തരം അപ്പോഴാണ് ദൈവം പ്രസാദിച്ചു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് യെശയ്യാവിന് സ്ഥാനം ലഭിച്ചു. അവന്റെ കാതുകൾ തുറന്നു, അവന്റെ കണ്ണുകൾ തുറന്നു, ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കുവാനായിട്ട് സാധിച്ചു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്ന് കർത്താവിന്റെ ശബ്ദം ഞാൻ ആ നിമിഷമാ കേട്ടത്. യെശയ്യാ പ്രവാചകന് യെശയ്യാവിന്റെ ജീവിതത്തില് ഈ തീക്കനൽ വായിന്മേൽ സ്പർശിക്കുന്നതുവരെയും, സറാഫുകളുടെ പ്രവർത്തനത്തിലൂടെ ഈ തീക്കനലിലൂടെ ഈ അശുദ്ധിയെ മാറ്റിയെടുക്കുവാൻ സാധിക്കാതിരുന്ന കാലത്തോളവും ഈ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് സ്വർഗം തുറന്നു. എന്റെ പിതാവിന്റെ, എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു, അടിയനിതാ, അടിയനെ അയക്കണമേ, അടിയനിതാ, അടിയനെ അയക്കണമേ. സീം, ഇതുവരെയും അടക്കപ്പെട്ടിരുന്ന സ്വർഗീയ കവാടങ്ങൾ, അശുദ്ധിയുടെ തീവ്രത കൊണ്ട് തനിക്കായി നിഷേധിക്കപ്പെട്ട സ്വർഗീയ അനുഭവങ്ങൾ, തനിക്കായി അടക്കപ്പെട്ട സ്വർഗീയ കവാടങ്ങൾ തുറന്നു. കർത്താവിന്റെ ശബ്ദം യെശയ്യാവ് ആദ്യമായി കേൾക്കുന്നു. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. ആ ശബ്ദം കേട്ടപ്പോൾ യെശയ്യാവ് മറുപടിയും കൊടുക്കുന്നു, ഇതാ അടിയനെ അയക്കണമേ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ നോമ്പുകാലം കഴിയുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ കണ്ണുകളും സ്വർഗത്തേക്ക് നോക്കി ഒന്ന് തുറന്നുകൊണ്ട് ഈ ഇമ്പകരമായ ശബ്ദം സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് കേൾക്കുവാൻ, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നൊരു ശബ്ദം യെശയ്യാവ് കേട്ടതുപോലെ ഈ നോമ്പിലൂടെ എനിക്കും കേൾക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അയക്കണമേ. ഐ എം എ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. ഐ എം എ ടോട്ടലി പ്യൂരിഫൈഡ് പേഴ്സൺ. All my unholiness is being divested of me and I am totally a different person now. Send me. എന്നെ അയക്കണമേ. നിന്റെ സറാഫുകളുടെ കൂട്ടത്തിൽ, നിന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ, നിന്റെ ദൗത്യ സംഘത്തിന്റെ കൂട്ടത്തിൽ എന്നെയും ഗണിക്കപ്പെട്ട് എന്നെയും അയക്കണമേ. ഇതാണ് യെശയ്യാവിന്റെ നോമ്പിന്റെ അവസ്ഥ എന്ന് നാം വിസ്മരിക്കരുത്. ഈ നോമ്പിന്റെ അവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Not your verbal prayers, not your verbal prayers, but all your heart should be changed. It should be melted. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഇംഗ്ലീഷുകാർ അവരുടെ ലെൻ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ ദ ടൈം ഓഫ് വിന്റർ ആൻഡ് ദ സമ്മർ, ആൻഡ് ദീസ് ടു സീസൺസ് ഹാവ് ഗോട്ട് ഇറ്റ്സ് ഓൺ സിഗ്നിഫിക്കൻസ്. നമ്മുടെ കാതുകളും നമ്മുടെ കണ്ണുകളും നമുക്ക് ദൈവത്തെങ്കിലേക്കൊന്ന് തുറക്കണമെങ്കിൽ ഈ അശുദ്ധിയുടെ അവസ്ഥയിൽ നിന്ന് തീ ഇറങ്ങി വന്ന് എന്റെ വായിന്മേൽ ഈ തീക്കനൽ ഒന്ന് സ്പർശിക്കണം. തീക്കനൽ സ്പർശിക്കുമ്പോൾ
ദൈവത്തിന്റെ തീക്കനൽ സ്പർശിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെങ്കിൽ സ്വർഗം തുറക്കും, സ്വർഗീയ കവാടം തുറക്കും, സ്വർഗത്തിൽ നിന്ന് ശബ്ദം നിന്റെ കാതുകളിൽ എത്തിച്ചേരും. ഈ ഒരു അവസ്ഥയല്ലേ നമുക്ക് വേണ്ടി. നമുക്ക് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തീക്കനൽ നിന്റെ നാവിന്മേൽ, എൻ്റെ വായിന്മേൽ അയക്കണമേ. എൻ്റെ 40 ദിവസത്തെ നോമ്പും 10 ദിവസത്തെ പീഡാനുഭവവും എനിക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കാണുവാനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തരണമേ. ഇമ്പകരമായ പർദീസയുടെ മഹത്വം കാണുന്ന മഹത്വത്തെ ആസ്വദിക്കുവാൻ എനിക്ക് ഇടവരുത്തണമേ. ആ സറാഫുകളുടെ കൂട്ടത്തിൽ, ആ മാലാഖമാരുടെ കൂട്ടത്തിൽ ഞാൻ ആരെ അയക്കും, ഞാൻ ആരെ അയക്കാൻ, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവേ, അടിയനെ അയക്കണമേ എന്ന് പറയുവാൻ തക്കവണ്ണം വ്യക്തിയായി സമൂഹമായി എന്നെ നീ പരിവർത്തനപ്പെടുത്തണമേ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയം കാണുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ മരുമക്കൾ എന്നോട് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം കാണുവാൻ എനിക്ക് ഇടവരുത്തണമേ. എൻ്റെ അമ്മായിയമ്മ എന്നോട് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം കാണുവാൻ എനിക്ക് ഇടവരുത്തണമേ. ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. ഒരു നിമിഷം നമുക്ക് മൗനമായി ചിന്തിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധം അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ അർപ്പിപ്പാനും കൃപ ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മുടെ നോമ്പും ഉപവാസവും ഇമ്പകരമെന്ന് ചിന്തിച്ച സറാഫുകളിലൂടെ നമ്മുടെ നാവിന്മേൽ തീക്കനലിറക്കി നമ്മുടെ നാവിനെയും ഹൃദയങ്ങളെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ആ ഇമ്പകരമായ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ ഇടവരുത്തട്ടെ. നമുക്കിനി നമ്മുടെ നോയമ്പിന്റെ ചിന്തയുടെ 2ാം ഭാഗത്തേക്ക് കടന്നു വരാം. 2ാം ഭാഗം അല്പം കൂടി ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അവിടെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സെറാഫുകള് എൻ്റെ മേലൊന്ന് കണ്ണോടിക്കുവാനായിട്ട്, ഈ മാലാഖമാര് എൻ്റെ മേലൊന്ന് അടുത്തു വരുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? It's a big question. Is my fasting enough? Is my prayer enough? എൻ്റെ ഉപവാസം അതിന് ഉപയുക്തമാണോ? എൻ്റെ പ്രാർത്ഥന അതിന് ഉപയുക്തമാണോ? ഞാൻ എങ്ങനെ ഞാൻ ഇതിനോട് പ്രതികരിക്കും? ഈ വിശുദ്ധി നേടിയെടുക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. It happened to Asia, all right, but why doesn't it happen to me? Why doesn't it happen to all other people? യെശയ്യാവിന് സംഭവിച്ചത് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നില്ല? യെശയ്യാവിന് സംഭവിച്ചത് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നില്ല? അവിടുത്തെ ആ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി തടസ്സപ്പെടുത്തുന്ന മേഖലകളുണ്ട്. കടന്നു വരാതെ ഇരിക്കാൻ തക്കവണ്ണം തടസ്സപ്പെടുത്തുന്ന ഒത്തിരി മേഖലകളും. ആ മേഖലയിലേക്കായി നമ്മൾ വരാൻ പോകുന്നു. ഈ പേർഷ്യൻ സൂഫി മിസ്റ്റിക്കായ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു, ഇറ്റ് വാസ് എ വെരി എഡ്യൂക്കേറ്റഡ് മാൻ, ഫിലോസഫിക്കൽ ആൻഡ് ഓൾ ദാറ്റ്. അദ്ദേഹം ഒരിക്കലും ഒരു ചെറിയ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ, അവൻ ജീവിച്ചു, നല്ല ആവശ്യത്തിനുള്ള വീട്, ഭംഗിയായ നല്ല വീട്, ഭംഗിയായ ലാൻഡ്സ്കേപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു മുൾച്ചെടി പടർന്നു വന്നു. അപ്പൊ ആളുകൾ വീട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ അടുത്താണ് ഈ മുൾച്ചെടി വളർന്നു വന്നത്. ആദ്യമേ അതൊരു ചെറിയ ചെടിയായിരുന്നു, ആരും അത്ര ശ്രദ്ധിച്ചില്ല.
ദിവസങ്ങൾ കഴിയും തോറും, മാസങ്ങൾ കഴിയും തോറും ഈ മുൾച്ചെടി കുറച്ചും കൂടി വളർന്നു വന്നു. അപ്പൊ അവിടെയൊക്കെ ഈ നല്ലവനായ മനുഷ്യനെ കാണുവാനായിട്ട്, സോക്കോൾഡ് നല്ലവനായ മനുഷ്യനെ കാണുവാനായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കടന്നു വരാറുണ്ടായിരുന്നു. അവർ കടന്നു വരുമ്പോൾ ഈ മുൾച്ചെടി ആ പന്താവിന്റെ അടുത്ത്, ആ വഴിയുടെ അടുത്ത് ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് കൊണ്ട് അവരുടെ കാലെപ്പോഴും ഈ മുൾച്ചെടിയിൽ ചവിട്ടി കാല് മുറിയാറുണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യന്, ഈ സൂഫി മിസ്റ്റിക്ക് പറയുക, ഈ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തവർ ചെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീടിന്റെ അവിടെ ഒരു മുൾച്ചെടി വളർന്നു വരുന്നുണ്ട്, നീ അത് പിഴുതു മാറ്റണം. ഇദ്ദേഹം പറഞ്ഞു, ഞാനത് പിഴുതു മാറ്റിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അത് പിഴുതു മാറ്റിയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഈ മനുഷ്യന്റെ ഈ വഴിയുടെ അടുത്ത് ഇതുപോലെയുള്ള ഈ മുൾച്ചെടി കൂടുതൽ പടർന്ന് പന്തലിച്ചു നിൽക്കാനായിട്ട് തുടങ്ങി. നാട്ടുകാർക്ക് പ്രയാസം വന്നു. അവർ പഞ്ചായത്തിൽ പോയി പറഞ്ഞു, അല്ലെങ്കിൽ സിവിക് അതോറിറ്റീസിനോട് പറഞ്ഞു, ഇങ്ങനെ ഈ മനുഷ്യന്റെ വഴിയിൽ ഒരു മുൾച്ചെടി നിൽക്കുന്നു, ഞങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരും അധികാരികളും വന്ന് മനുഷ്യനോട് പറഞ്ഞു മാറ്റണമെന്ന്, ഇതെങ്ങനെയെങ്കിലും വെട്ടിക്കളയണമെന്ന്. ഇങ്ങനെ പറഞ്ഞു, ഞാൻ വെട്ടിക്കളയാം. അങ്ങനെ വെട്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മുൾച്ചെടി വളർന്നു, ഈ മനുഷ്യന്റെ ആരോഗ്യം കുറഞ്ഞു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ഈ മനുഷ്യന്റെ മേൽ അനാരോഗ്യവും മുൾച്ചെടിയുടെ മേൽ ആരോഗ്യം വർദ്ധിച്ച് ഈ മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കാതെ വന്നു. അവസാനം ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു പോലും കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. ചോദിച്ചപ്പോൾ ഒരു മുൾച്ചെടി ആണ് കാരണം. പ്രിയപ്പെട്ടവരെ, എത്ര മുൾച്ചെടികളാണ് എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നിസ്സാരമാണ് ഒരു മുൾച്ചെടി. എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരാൾ കടന്നു വരാതെ ഇരിക്കുവാൻ തക്കവണ്ണം ആ മനുഷ്യന് പ്രതിബന്ധമായി നിൽക്കുന്ന മുൾച്ചെടി ഉണ്ടോ എന്റെ ജീവിതത്തിൽ? It may be in different shapes, it may be in different forms, it may be in different ways. എന്റെ ജീവിതത്തിലേക്ക് ആളുകൾ കടന്നു വരാതെ ഇരിക്കാനായിട്ടുള്ള മുൾച്ചെടികൾ എന്താണ്? ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടുന്നതാണോ എന്റെ ജീവിതത്തിലേക്ക് ആളുകൾ കടന്നു വരാതെ ഇരിക്കാനായിട്ടുള്ള മുൾച്ചെടി? ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാതെയും ഭർത്താവ് ഭാര്യയെ കരുതാതെയും ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ മുൾച്ചെടി വളരുകയില്ലേ? നിന്റെ കുഞ്ഞുങ്ങളോടുള്ള നിന്റെ സമീപനത്തിൽ ഈ ഒരു മുൾച്ചെടി വളർന്നിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള സമീപനത്തിലും മുൾച്ചെടി വളർന്നിട്ടില്ലേ? അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമില്ലായ്മ വരുമ്പോൾ ഈ മുൾച്ചെടിയല്ലാതെ എന്താണ് അതിന് കാരണം? മരുമകൾക്ക് അമ്മായിയമ്മയോടും സ്നേഹമില്ലാതെ വരുമ്പോൾ ഈ മുൾച്ചെടിയല്ലാതെ എന്ത് കാരണം? വിശുദ്ധ നോമ്പിലെ യെശയ്യാവിന് കിട്ടിയതായ അനുഭവം, യെശയ്യാവിന് കിട്ടിയതായ സിദ്ധി, യെശയ്യാവിന് കിട്ടിയതായ നേട്ടം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്പർശിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും സാങ്കത്യമുള്ളതായി പച്ചപിടിച്ചു നിൽക്കുന്നു. യെശയ്യാവിന് കിട്ടിയതായ സൗഭാഗ്യം, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും, കർത്താവെ അടിയനെ അയക്കണമേ എന്ന് അശുദ്ധനായ മനുഷ്യൻ ശുദ്ധിയുടെ പടവുകൾ കയറി യഹോവയോട് അപേക്ഷിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും പരിവർത്തനം വരാതെ ഇരിക്കാനായിട്ടുള്ള എത്രയെത്ര മുൾച്ചെടികളുണ്ട്, എത്രയെത്ര മുൾച്ചെടികളാണ്. ഈ മുൾച്ചെടികളെ സ്പർശിക്കുന്ന വേദഭാഗം നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിക്കാം. എവിടെയാണ് എൻ്റെ ജീവിതം പരാജയപ്പെടുന്നത്? എവിടെയാണ് എൻ്റെ നോയമ്പ് പരാജയപ്പെടുന്നത്? എവിടെയാണ് എൻ്റെ ഉപവാസം പരാജയപ്പെടുന്നത്? ഞാൻ ഇത്രയും ഒക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടൊരു സറാഫ് ഒരു തീക്കനലുമായി എന്റെ വായുടെ അടുത്തേക്ക് വന്ന് എന്നെ ശുദ്ധി ചെയ്യുന്നില്ല? കടന്നു വരാതെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ആ മുൾപടർപ്പേത്, മുൾച്ചെടിയേത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഇത് എനിക്കത് പാസേജ് മുഴുവൻ വായിക്കാൻ സമയമില്ല. ഇത് വീട്ടിൽ പോയി വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായം 7-ാം വാക്യം മാത്രമേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുള്ളൂ.
6-ാം അധ്യായം മുഴുവൻ ഒന്ന് വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ 58-ാം അധ്യായം അത് മുഴുവനായി നിങ്ങളൊന്ന് വായിക്കണം. എന്തായി ഈ മുൾച്ചെടി എന്റെ ജീവിതത്തിൽ മാറാത്തത്? ഞാൻ നോയമ്പ് നോക്കാത്തതിന്റെ ഫലമാണോ? ഞാൻ ഉപവസിക്കാത്തതിന്റെ ഫലമാണോ? ഞാൻ പ്രാർത്ഥിക്കാത്തതിന്റെ ഫലമാണോ? ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോകാത്തതിന്റെ ഫലമാണോ? ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് മുൾച്ചെടി മാറുന്നില്ല? അവിടെ 58-ാം അധ്യായം 4-ാം വാക്യത്തിൽ യെശയ്യാവിനോട് പറയുക, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. Your problem is only this much. നിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരാത്തതിന്റെയും നിന്റെ ജീവിതത്തിൽ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നിനക്ക് കടന്നു കയറുവാൻ ഇടവരാത്തതിന്റെയും കാരണം നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ടും അടിക്കേണ്ടതിന് നോമ്പ് നോക്കുന്നു. Yes, I know you are fasting. I know you are fasting. I know that you are on the sanctified place of this holy and hallowed പരിമല തിരുമേനി. ശ്രേഷ്ഠന്റെ സന്നിധാനത്തെങ്കിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, നമുക്കറിയാം. പക്ഷെങ്കിൽ നമ്മളിൽ പരിവർത്തനം വരുന്നില്ല. നിന്റെ നോമ്പും നിന്റെ ഉപവാസവും നിന്റെ പ്രാർത്ഥനയും നിന്നെ സഹായിക്കുന്നില്ല. കാരണം നിങ്ങൾ വിവാദത്തിന്, നിങ്ങൾ കലഹത്തിന്, നിങ്ങൾ ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോക്കുന്നു. ഇറ്റ് ഈസ് യുവർ സെൽഫിഷ് ഇൻട്രസ്റ്റ്. സെൽഫിഷ് ഇൻട്രസ്റ്റ്. നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഒരു വിവാദത്തിന് നമുക്ക് പോകാനായിട്ടുണ്ട്. വി വാണ്ട് ടു ഹാവ് എ ഡിബേറ്റ്. ആരോട് ചോദിച്ചാലും ഓർത്തഡോക്സുകാരുടെ വിശ്വാസം കണ്ടോ? ഓർത്തഡോക്സുകാരുടെ നോയമ്പ് കണ്ടോ? ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥന കേട്ടോ? ഓർത്തഡോക്സുകാരുടെ കുമ്പിടിയിൽ കണ്ടോ? വരട്ടെ, ഒരു ഡിബേറ്റ് വരട്ടെ. സർട്ടൻലി വി വിൽ ബി നമ്പർ 1. അതുപോലെ നിന്റെ ഇഷ്ടം ബാക്കിയുള്ളവരെ കലഹത്തിലേക്ക് നയിക്കുക. ഇവിടെയും ഇരുന്ന് ഈ ഞാനും നിങ്ങളും ഈ പോഡിയത്തിലും അല്ലാതെയും നിൽക്കുമ്പോൾ, തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഇന്ന് ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട്, അവൾ കഞ്ഞി ശരിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ അവൾക്ക് കൊടുക്കും. ഇന്ന് കഞ്ഞിക്ക് ശരിയായിട്ട് ഉപ്പൊഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ അവൾക്ക് കൊടുക്കും. ഇന്ന് മോർണിംഗ് വരട്ടെ, അവൻ വന്ന് വൈകിട്ട് ഇവളെ നേരെയാക്കിയില്ലെങ്കിൽ അവനും ഞാൻ കൊടുക്കും. സന്ധ്യയാകുമ്പോ ഭർത്താവ് ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഭാര്യ ജോലി കഴിഞ്ഞ് വരട്ടെ, അവൾക്കും അവനും ഞാൻ കൊടുക്കും. ഉപവസിക്കുക, നോമ്പ് നോക്കുക, പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയും ഈ ഉപവാസവും ഈ കുമ്പസാരവും ഈ കുമ്പടിയിലും നിന്നെ നിന്റെ ജീവിതത്തിൽ എവിടേക്ക് നയിക്കുന്നു? യഹോവയുടെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ടുള്ള ഒരു വലിയ മുൾപ്പടർപ്പായി മാറിയിട്ടില്ലേ? അതുകൊണ്ടാണ് യെശയ്യാവിനോട് പറയുന്നു, അന്യായം 6-ാം വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിന്റെ നോമ്പ് പരിശുദ്ധമാകണമെങ്കിൽ, നിന്റെ ഉപവാസം പരിശുദ്ധമാകണമെങ്കിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ദിസ് ഈസ് റിട്ടൺ ഇൻ ദി ബൈബിൾ. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാ. ഇറ്റ് ഈസ് റിട്ടൺ ദേർ. യു ഗോ ആൻഡ് ലിബറേറ്റ് യുവർസെൽഫ്. നീ ഒന്ന് ചെന്ന് നിന്നെ തന്നെ ഒന്ന് സ്വതന്ത്രമാക്കുകയും ഒരു പുഞ്ചിരിയോടെ നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു ചെന്നേ, പുഞ്ചിരിയോടെ ജോലി കഴിഞ്ഞ് വരുന്ന മകളെ ഒന്ന് സ്വീകരിച്ച്, ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്ന വല്യമ്മച്ചിയെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ മരുമകളൊന്ന് 2 കൈയും നീട്ടി ഒന്ന് സ്വീകരിച്ച്, അമ്മായിയമ്മയോടൊന്ന് ചോദിക്കേ, ഈ അമ്മച്ചിയോടൊന്ന് ചോദിക്ക്, അമ്മച്ചി എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്ന് എന്തായിരുന്നു പരുമലപ്പള്ളിയിൽ, ഇന്ന് ആരായിരുന്നു കുർബാനയുണ്ട്, ആരായിരുന്നു കുർബാന ചൊല്ലിയത്, ഇന്ന് കേട്ട വചനം എന്താ അമ്മച്ചി, എന്നോടൊന്ന് പറഞ്ഞേ, ഞാനിന്ന് കേൾക്കട്ടെ.
നിന്റെ വീട്ടിൽ നിന്റെ ഉപവാസത്തിന് പ്രസക്തി നിന്റെ വീട്ടിൽ വർദ്ധിച്ചു വരും. ഉപവാസത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രസക്തി നിന്റെ വീട്ടിൽ വർദ്ധിച്ചു വരും. സ്വർഗം നിനക്കായി തുറക്കപ്പെടും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ ആമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ആ വേദഭാഗം വേദശാസ്ത്ര പണ്ഡിതന്മാര് 3 നിലയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വൺ ഈസ് ഇഫ്, നീ ഇതൊക്കെ ചെയ്യണം. ഇഫ് 1, if 2, and then there is a then, THEN, then. രണ്ടാമത് അവിടെ ഒരു then ഉണ്ട്. ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, ഈ സമൂഹം, പണക്കാരുടെ സമൂഹം ദുർബലരെ പീഡിപ്പിക്കുന്നു. അതാണ് ഈ നുകവും അമിക്കയറും എന്നെല്ലാം പറയുന്നത്. ഇറ്റ് ഈസ് എ റിച്ച് പീപ്പിൾ ഓർ ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എക്സ്പ്ലോയിറ്റിംഗ് ദ പുവർ. സാധാരണക്കാരനെ വേദനിപ്പിക്കുന്ന ഒരു സമൂഹമായി നാം മാറിയിരിക്കുന്നു. അവനെ കരുതാതെ, അവന്റെ കണ്ണുനീരിന്റെ വിലയറിയാതെ, അവന്റെ വിശപ്പിന്റെ വിലയറിയാതെ നാം അവനെ ദ്രോഹിക്കുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഈഫിന്റെ ആദ്യത്തെ സ്റ്റേജ് അത്. ഈഫിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ്, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നുണ്ട്. 7-ാം വാക്യം, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസകരങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്നതും അല്ലയോ നിന്റെ ഉപവാസം. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. നിന്റെ ഉപവാസം നിനക്ക് ഞാൻ വ്യാഖ്യാനിച്ചു തരാം. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ നിന്നുകൊണ്ട് ഇന്ന ചോദ്യം ചോദിച്ചാൽ നീ ഇന്ന ഉത്തരം 1, 2, 3, 4 സീരീസിൽ നീ ആൻസർ ചെയ്യണം. ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞു, പണക്കാരൻ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യരുത്, സമൂഹത്തിൽ അസമത്വം ഉണ്ടാകരുത്, സമൂഹത്തിലെ ചൂഷിതരെ കരുതണം. രണ്ടാമത്തെ ഇതിന് പറയുക, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. മാതാപിതാക്കളെ, ഞാനും നിങ്ങളും ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എന്റേത് ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് പങ്കിടാനായിട്ട് എന്നെ നിങ്ങൾ സഹായിക്കും. എനിക്കുള്ളത് മറ്റുള്ള മുഴുവൻ കൊടുക്കണ്ട, അല്പമെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊണ്ട് നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് വിടുന്നില്ല. ശയ്യാപ്രവാചകൻ പറയുക, നീ പാവപ്പെട്ടവനെ മാത്രം സംരക്ഷിച്ചതുകൊണ്ട് നിന്റെ ഉപവാസം ധന്യമായി തീരുകയില്ല. കരയുന്നവന് നീ അവന്റെ കരച്ചിലടക്കുവാനായിട്ട് കൊടുത്തത് കൊണ്ട് മാത്രം നിന്റെ ഉപവാസത്തിന്റെ പ്രാധാന്യം തീരുന്നില്ല. വിശക്കുന്നവന് നീ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ട് നിന്റെ നിന്റെ ഉപവാസത്തിന്റെ പ്രസക്തി ഏറുന്നില്ല. എവിടെയാണ് നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർ നിന്റെ ചുറ്റിനുമുണ്ട്. നിന്റെ അമ്മയുണ്ട്, നിന്റെ അപ്പനുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ സഹോദരങ്ങളുണ്ട്. ഇതാണ് യുവർ റിലേഷൻസ്. തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന സഹോദരനോട് ഒരു നേരത്തേക്ക് ഒരു നിമിഷമെങ്കിലും ഒന്ന് മിണ്ടാനായിട്ട്, ഹൃദയം തുറക്കാനായിട്ട് മനസാക്ഷിയില്ലാത്ത ആളുകളെ നമ്മളെ എത്ര ഉപവസിച്ചാലും, അതാ യെശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ ഉപവാസം ധന്യമായി മാറണമെങ്കിൽ, നിന്റെ ഉപവാസം ശ്രേഷ്ഠമായി മാറണമെങ്കിൽ, നിന്റെ 40 ദിവസത്തിലെ ജാഗരണവും എല്ലാം ശ്രേഷ്ഠമായി മാറണമെങ്കിൽ, നിന്റെ സ്വന്തം രക്തത്തിൽ നിന്ന് രക്തമായി മാറിയ സഹോദരങ്ങളെ നീ വിസ്മരിക്കരുത്. സഹോദരങ്ങളെ നീ വിസ്മരിക്കരുത്. ഇതൊരു വലിയ റിയലൈസേഷനാണ്. ഇതൊരു വലിയ റിയലൈസേഷനാണ്.
നമ്മളൊക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ സഹോദരന്റെ വേദനയ്ക്ക്, സഹോദരിയുടെ വേദനയ്ക്ക്, അവന്റെ മക്കളുടെ ആവശ്യത്തിന്, അവരുടെ കുടുംബത്തിന് അല്പം സഹായം ചെയ്യാൻ അത് മാത്രം എന്നോട് പറയരുത്. അത് മാത്രം എന്നോട് പറയരുത്. ഓർക്കണം, ശുഭക്കോനോ ദിവസം ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് ഈ നോയമ്പിലേക്ക് സഭ നമ്മളെ വിളിച്ചു കൊണ്ടാക്കിയിരിക്കുന്നത്. ശുഭക്കോനോ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു, നമ്മൾ എല്ലാവർക്കും കയ്യസൂരി കൊടുത്തു. എല്ലാം ക്ഷമിക്കണമേ 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 എന്ന് 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞു. നിന്നെ സഭ ഈ വിശുദ്ധ നോയമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എവിടെ നമ്മുടെ ജീവിതത്തിന്റെ സാങ്കത്യം? സമസൃഷ്ടങ്ങളെ മറന്നുകൊണ്ട്, കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട്, ഭാര്യയെ മറന്നുകൊണ്ട്, ഭർത്താവിനെ മറന്നുകൊണ്ട്, മരുമകളെ മറന്നുകൊണ്ട്, മരുമകനെ മറന്നുകൊണ്ട്, വല്യപ്പനെ മറന്നുകൊണ്ട്, വല്യമ്മച്ചിയെ മറന്നുകൊണ്ട്, തൻ്റെ രക്തത്തിലുള്ള സകലത്തെയും മറന്നുകൊണ്ട് ഞാൻ നാട് നന്നാക്കാൻ നടക്കുന്നത് മാത്രം നിനക്ക് ഉപവാസത്തിന്റെ സ്വർഗീയ കവാടം തുറക്കുവാൻ പര്യാപ്തമല്ല എന്ന് നീ ചിന്തിക്കുക. സ്വർഗത്തിന്റെ കവാടം തുറക്കണമെങ്കിൽ, സ്വർഗത്തിന്റെ കവാടം തുറന്ന് ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും, കർത്താവേ എന്നെ അയക്കണമേ എന്ന് കർത്താവിനോട് തിരിച്ചു പറയണമെങ്കിൽ ഈ തലങ്ങളിലെല്ലാം നമ്മൾക്കൊരു വലിയ വ്യതിയാനം വരണം. ഒരു വലിയ വ്യതിയാനം വരണം. ഈ വ്യതിയാനമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും സഭ ആഗ്രഹിക്കുന്നതും സഭ നിഷ്കർഷിക്കുന്നതും. എവിടെ നമ്മുടെ ശക്തി? എവിടെ നമ്മുടെ ഊർജം? യെശയ്യാ പ്രവാചകന് അത് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ഷേക്സ്പിയറുടെ ഒരു ശ്രേഷ്ഠമായ നാടകമുണ്ട്. എല്ലാ നാടകങ്ങളും ശ്രേഷ്ഠം. അതിനകത്ത് മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഒരു നാടകം ഇരിക്കുന്ന കുഞ്ഞുങ്ങളും കുറേ മാതാപിതാക്കളൊക്കെ പഠിച്ചു കാണും, അല്ലെ, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പൊ ഈ ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം ഒരു യഹൂദനാണ്. അപ്പൊ ഷേക്സ്പിയർ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ തന്റെ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ആ നാടകത്തിൽ വളരെ ഉദ്ദേശശുദ്ധിയോടും എന്നാൽ കേൾക്കുന്നവനും വായിക്കുന്നവനും ഈ ഷൈലോക്കിലൂടെ ഒരു വലിയ പരിവർത്തനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ദുഷ്ടനായ ഒരു കഥാപാത്രം, അതാണ് ഷൈലോക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം പൊതുവെ he appears to be a very decent gentleman, very polished gentleman, very perfect gentleman. Everything he is polished, he is perfect, and he is all that. പക്ഷെങ്കില് എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ഒരു കഥാപാത്രമാണ് ഷൈലോക്ക്. But he was a money lender. അത് ഈ പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവനാണ്. അത് യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അവർക്ക് സിനഗോഗ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണ്, ഒരു വ്യാപാര ബന്ധമാണ് ഈ പണം കടം കൊടുത്ത് പലിശ നേടുക എന്നുള്ളത്. ഷൈലോക്കിന്റെ 2 സുഹൃത്തുക്കളാണ് ബെസാനിയോ, അന്റോണിയോ. അപ്പൊ ഈ ബെസാനിയോയ്ക്ക് പോർഷ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണം. അവള് ഭയങ്കര പണക്കാരിയാണ്. ബെസാനിയോയ്ക്ക് ഇവർക്ക് താല്പര്യവുമുണ്ട്, ഈ പോർഷ്യയ്ക്ക് താല്പര്യവുമുണ്ട്. പക്ഷെങ്കിൽ ഈ വൈരുദ്ധ്യം നിൽക്കുന്നത് അവൾ പണക്കാരിയും ഇവൻ പണരഹിതനുമായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവനൊരാഗ്രഹം, എങ്ങനെയെങ്കിലും അല്പം പണം ഉണ്ടാക്കി ഇവളെ തൻ്റെ സ്വന്തമാക്കണം. അതിന് അന്റോണിയോയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് കുറെ പണം വേണം. അപ്പൊ അന്റോണിയോയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബെസാനിയോ. അപ്പൊ അന്റോണിയോ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനെ പണം തരാനായിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യുക, നീ ഷൈലോക്കിന്റെ അടുത്ത് എന്ന് നീ കുറെ നിന്റെ ആവശ്യത്തിന് പണം മേടിയില്ലേ, ഞാനത് കൊളാട്രൽ എഗ്രിമെന്റ് ഞാൻ വെച്ചോളാം, പണം നീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊടുത്തോളാം. കാരണം അവരത്രയ്ക്ക് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ബെസാനിയോ ആൻഡ് അന്റോണിയോ. ബെസാനിയോ ഈ ഷൈലോക്കിന്റെ അടുത്ത് ചെന്നു. ഷൈലോക്ക് പറഞ്ഞു, ഞാൻ പൈസ ഒക്കെ തരാം. അങ്ങനെ പൈസ കിട്ടി. പക്ഷേ ഷൈലോക്ക് പറഞ്ഞു, ഉടമ്പടി വെക്കുന്നത്, എൻ്റെ ഈ കണ്ടീഷൻ ഒപ്പിടുന്നത് നീ ആയിരിക്കില്ല, അന്റോണിയോ ആയിരിക്കും. കാരണം അവൻ്റെ കയ്യിലെ പണമുള്ളൂ. അന്റോണിയോ സമ്മതിച്ചു. ഇന്ന ദിവസം ഇത്ര സമയത്തിന് മുമ്പ് നീ ഈ പണം എനിക്ക് തിരിച്ചു തരണം. എഗ്രി ചെയ്തു. തിരിച്ചു തന്നില്ലെങ്കിൽ
തിരിച്ചു തന്നില്ലെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എനിക്ക് നിന്റെ പണവും വേണ്ട, നിന്റെ പലിശയും വേണ്ട. പക്ഷെങ്കിൽ അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് മാംസം എടുക്കുവാനായിട്ടുള്ള അവകാശം എനിക്ക് വേണം. ഈ പണം എനിക്ക് തിരിച്ചു തരുന്നില്ലെങ്കിൽ അന്റോണിയോ എന്ന് പറയുന്ന കൊളാറ്ററൽ ഉടമ്പടി വെച്ചിരിക്കുന്ന ആളിന്റെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് ഫ്ലഷ് എനിക്ക് എടുക്കണം. ഇതായിരുന്നു ഉടമ്പടി. ദിവസങ്ങൾ കഴിഞ്ഞു, പണം തിരിച്ചു കൊടുക്കേണ്ട സന്ദർഭം വന്നു. സന്ദർഭവശാൽ പണം തിരിച്ചു കൊടുക്കാൻ ഒക്കാതെ വരുന്നു. അന്റോണിയെ വിളിച്ചുകൊണ്ട് വരുന്നു. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീഡ് ഒപ്പിട്ടിരിക്കുന്നു. അന്റോണിയെ കൊണ്ടുവന്നു. അന്റോണിയോയുടെ എല്ലാ കോടതികളും പറഞ്ഞു, എഗ്രിമെന്റും പ്രകാരം അന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഈ 1 പൗണ്ട് ഫ്ലഷ് എടുക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഷൈലോക്കിനുണ്ട്. ഷൈലോക്ക് അത് എടുത്തിരിക്കും. തീർച്ചയായും എടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഷൈലോക്കിന് ഒരു വൈക്ലഭ്യവും. അന്റോണിയോയ്ക്ക് വലിയ പ്രയാസം. തന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന്, ഈ തുടയുടെ ഭാഗത്ത് നിന്ന് 1 പൗണ്ട് ഫ്ലഷ് ആണ് പോകുന്നത്. അപ്പോഴാണ് ഒരു പെണ്ണ്, പോർഷ്യ, ബെസാനിയോസ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പോർഷ്യ എണ്ണീറ്റിട്ട് പറയുക, യെസ്, സമൂഹത്തിലെ ദുർബലരോടും സമൂഹത്തിൽ ക്ഷതം അനുഭവിക്കുന്നവരോടുമുള്ളതായ നമ്മുടെ സമീപനം എവിടെ നിൽക്കുന്നു ചിന്തിക്കണം. എണ്ണീറ്റിട്ട് പറഞ്ഞു, യെസ്, Shylock has got every right to take the pound of flesh from the Antonio's body, but there is one condition. The document does not say that you can spill even a single drop of blood. Shylockinodu പറയുക, ഈ ഡോക്യുമെന്റിനകത്ത് ഒരിടത്ത് പോലും പറയുന്നില്ല നീ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസ കഷ്ണം എടുക്കുമ്പോൾ 1 തുള്ളി രക്തം വീഴിക്കാമെന്ന് ഇതിനകത്ത് പറയുന്നില്ല. നീ എടുത്തോ, പക്ഷെ 1 തുള്ളി രക്തം പോലും വീഴാൻ ഇടവരരുത്. രണ്ടാമത്തെ കണ്ടീഷൻ, നീ രക്തമെടുത്ത് നീ ഫ്ലഷ് എടുക്കുമ്പോൾ അത് ഒരു കാരണവശാലും 1 പൗണ്ടിൽ അല്പമെങ്കിലും കൂടുവാനോ 1 പൗണ്ടിൽ അല്പമെങ്കിലും കുറയുവാനോ ഇടവരുത്തരുത്. ഇത് ഇറച്ചിക്കടയിൽ ചെന്ന് ഇറച്ചി മേടിക്കുന്ന ഇടപാടല്ല ഇത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ഉപവാസവും പ്രാർത്ഥനയും എന്നെ ഏത് രീതിയിൽ എൻ്റെ സമസൃഷ്ടങ്ങളോട്, എൻ്റെ അയൽവക്കക്കാരനോട്, എൻ്റെ സ്നേഹനിധിയായ ഭാര്യയോട്, ഭർത്താവിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുവാൻ എന്നെ സഹായിക്കുന്നു. എൻ്റെ ജ്ഞാനവും എൻ്റെ പണവും എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ആ ഷൈലോക്കിന്റെ അവസ്ഥയിലാണോ ഞാനും നിങ്ങളും ഈ ഉപവാസം നടത്തുന്നത്? ഈ ഷൈലോക്കിന്റെ അവസ്ഥയിലാണോ ഞാനും നിങ്ങളും ഈ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇന്ന് എനിക്ക് വൈകിട്ട് അവൻ എൻ്റെ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അവനോട് എന്ത് ചെയ്യണം? ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ യഹോവയുടെ സന്നിധിയിലേക്ക്, സ്വർഗീയമായ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക്, ആ പ്രതീക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോയമ്പ് എനിക്ക് സമാധാനമായി തന്നിരിക്കുമ്പോൾ ആ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ എന്നെ എങ്ങനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും? നിന്റെ ജീവിതത്തെ ഈ രീതിയിലാക്കി നീ കൊണ്ടുവന്നില്ലേ? ഇത്രമാത്രം വികലമായ ഒരു സങ്കല്പത്തോടു കൂടി, വൈരുദ്ധ്യമാർന്ന സങ്കല്പത്തോടു കൂടിയാണോ ഞാനും നിങ്ങളും ഈ ഒരു ആരാധനയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? അതുകൊണ്ടാണ് വേദശാസ്ത്രജ്ഞന്മാർ ഈ ഭാഗം വായിച്ചിട്ട് പറഞ്ഞു, there is a war of worship. There is a war of worship. ആരാധനയുടെ മത്സരം നടക്കുകയാണ്. ആരാധനയുടെ യുദ്ധം നടക്കുകയാണ്. ആരാധനയുടെ യുദ്ധം എന്ന് പറയുന്നത് വലിയ പ്രസക്തിയുള്ളതാണ്. ഓർത്തഡോക്സുകാരന്റെ നോയമ്പിന്റെ പ്രസക്തി എന്ത്? ഇത്രയും 40 ദിവസം നീ നോമ്പ് നോക്കണമോ? ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ഒരു വലിയ സമൂഹം അപ്പുറത്തുണ്ട്. ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞ് ഈ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. എന്താണ് ഇതിന്റെ പ്രസക്തി? എന്ത്? ഈ നോമ്പും ജാഗരണവും ഇത്രമാത്രം ദീർഘ സമയത്തേക്ക് വേണോ? നമ്മൾ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തിയിരിക്കുന്നത്? എന്തെല്ലാം മോഡിഫിക്കേഷൻസ് നമ്മുടെ ആരാധനയിൽ എവിടെയെല്ലാം മോഡിഫിക്കേഷൻസ് വരുത്തി. ചില സമയത്ത് പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന വായിക്കുമ്പോൾ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ഒരു കത്തിച്ച മെഴുകുതിരി പിടിച്ചുകൊണ്ടേ
പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന വായിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ ആ കൽപ്പന വായിച്ചു കഴിഞ്ഞാൽ പണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലി ആ കൽപ്പന പവിത്രമായി സൂക്ഷിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെ. അങ്ങനെയല്ലാതെ കാണുമ്പോൾ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻസാ വരുത്തുന്നത്? നമ്മൾ എന്ത് മോഡിഫിക്കേഷൻസാ വരുത്തുന്നത്? 10:30 ശുശ്രൂഷ അവസാനിക്കണം. 10:30 കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും വാച്ച് നോക്കും, അയ്യോ തീർന്നില്ല, ഈ അച്ഛൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണല്ലോ. പാവം അച്ഛൻ, ഇത് കൂടുതൽ എന്ത് ചെയ്യാൻ ഒക്കും? എന്റെയും നിങ്ങളുടെയും ആരാധനയിൽ എത്ര മോഡിഫിക്കേഷൻസാ നമ്മൾ വരുത്തിയിരിക്കുന്നത്. നൊയമ്പിൽ മോഡിഫിക്കേഷൻ വരുത്തിയില്ലേ? 10 നോമ്പ് കഴിഞ്ഞിട്ട് നീ എല്ലാം വെടിഞ്ഞേറ്റാ മതി എന്ന് പറയുന്ന ഒരു രീതി നമുക്കില്ലേ? അല്ല, പീഡാനുഭവാഴ്ചയിൽ മതി എന്ന് പറയുന്ന ഒരു രീതി നമുക്കില്ലേ? നിന്റെ സൗകര്യത്തിനനുസരിച്ച്, നിന്റെ ആരോഗ്യത്തിനനുസരിച്ച്, നിന്റെ ശരീരത്തിന്റെ ബലമനുസരിച്ച് നീ എന്ത് ചെയ്തു. പക്ഷെങ്കിൽ അവിടെയും നിനക്ക് ചിന്തിക്കുവാനായിട്ട് ഒരു ചെറിയ വേദഭാഗമുണ്ട്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹും ഒരു ധൂപകലശം എടുത്തു, അതിൽ തീയിട്ടു, അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അർഹമായ രീതിയിൽ അർഹമായതിനെ സ്വീകരിക്കുവാനും അർഹമായ രീതിയിൽ ഓരോന്നിനെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നാം പരിവർത്തനം വരുത്തി, മോഡിഫിക്കേഷൻസ് വരുത്തി, എവിടെയെല്ലാം വെട്ടിക്കുറയ്ക്കാമോ അതെല്ലാം വെട്ടിക്കുറച്ച് രാവിലെ 7:30 നമസ്കാരം തുടങ്ങി, 8:30 വിശുദ്ധ കുർബാന തുടങ്ങി, 10 മണിയാകുമ്പോഴത്തേക്കെല്ലാം തീർത്ത് ആളുകളെ ഫ്രീ ആക്കി വിടുക. മോഡിഫിക്കേഷൻസാ, എല്ലാം മോഡിഫിക്കേഷൻസ്. For the time being it's okay, but we have to read this. നീ എന്റെ ശക്തിയിലേക്ക് എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് അന്യാഗ്നിയാണ് എന്ന് നീ വിസ്മരിക്കരുത്. എന്റെ ആചാരങ്ങളും എന്റെ അനുഷ്ഠാനങ്ങളും എന്താ ഈ അഹരോന്റെ പുത്രന്മാർ ചെയ്തത്? 4 പുത്രന്മാരായിരുന്നു. അവരിൽ 2 പേര് ചെയ്തത്, നാദാബും അബീഹും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ടു, അതിൽ ധൂപവർഗവും ഇട്ടു, അവരെ യഹോവയുടെ സന്നിധിയിൽ ധൂപാർപ്പണ നടത്തി. പക്ഷെങ്കിൽ അതെന്തായി മാറി? അത് അന്യാഗ്നിയായി മാറി. യഹോവയ്ക്കും പകരമായ ശുശ്രൂഷയായിരുന്നില്ല അത്. ഈ അന്യാഗ്നിയെ വേദശാസ്ത്രജ്ഞന്മാര് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് one is called, it is a strange fire. It is a strange fire, or it is an unauthorized fire. It is an unauthorized fire, or it is a strange fire. എന്റെയും നിങ്ങളുടെയും ഉപവാസവും ജാഗരണവും പ്രാർത്ഥനയും ദൈവമുൻപാകെ അന്യാഗ്നിയായി മാറുന്നുണ്ടോ? അന്യാഗ്നിയായി മാറിയാൽ ശിക്ഷ നിനക്ക് വരും. എന്താ നിനക്ക് വരാൻ? ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഈ 2 പുത്രന്മാരെയും അവരജ്ഞാഗ്നി ദേവൻപാകെ സമർപ്പിച്ചത് കൊണ്ട് അവരോർത്തു, അവരുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും ദേവൻപാകെ സ്വീകരിക്കപ്പെടുമെന്ന് അവരോർത്തത് കൊണ്ട്, ഇതിലും ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിച്ചത് കൊണ്ട്, ഈ അജ്ഞാഗ്നി ദൈവം മുൻപാകെ സമർപ്പിച്ചത് കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. They were put to perish. They were made to perish because what they offered to God was not the real fire, but it was a spurious fire. It was a strange fire. ദൈവമാര് അവർ ചെയ്തു. നോക്കണം, അഹരോന്റെ പുത്രന്മാര് എന്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് നിൽക്കുന്ന 2 പുത്രന്മാരാ. അവർ മറ്റൊന്നും ചെയ്തില്ല. പുറമേ നോക്കിയാൽ അവരവരുടെ ധൂപകലശത്തിൽ തീയിട്ടു,
അതിന്റെ മുകളിൽ ധൂപവർഗവും വെച്ചു. അവര് തീ സൃഷ്ടിച്ചു, യഹോവയുടെ മുൻപാകെ സമർപ്പിച്ചു. There is nothing bad about it. കണ്ടാലും കേട്ടാലും അതിനകത്ത് യാതൊന്നും അതിശക്തിപരമായിട്ടില്ല, അവിഹിതമായിട്ട് അതിനകത്ത് യാതൊന്നുമില്ല, ദൈവ ഇഷ്ടപ്രകാരമല്ലാത്ത യാതൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും. അവരെന്താ പിന്നെ ചെയ്തത്? അവര് അവരുടേതായ രീതിയിൽ അവരൊരു മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി. ധൂപവർഗം അർപ്പിക്കുന്നതിന് വേണ്ടി, ദൈവമുൻപാകെ ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് വേണ്ടി അവർ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. അത്രമാത്രമേ അവർ ചെയ്തു. അവർ യാതൊരു അതിനപ്പുറത്തേക്ക് യാതൊന്നും ചെയ്തില്ല. മോഡിഫിക്കേഷൻസ് ആവശ്യമുള്ളിടത്ത് മാത്രമേ മോഡിഫിക്കേഷൻസ് വരുത്താവൂ. എവിടെയാണോ ഈ മോഡിഫിക്കേഷൻ കൊണ്ട് ദൈവമുൻപാകെ ഇമ്പകരമാകും സംഗതിക്ക് മാത്രമേ മോഡിഫിക്കേഷൻസ് വരുത്താവൂ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലവണ്ണം ഡ്രസ്സ് ചെയ്യിച്ച് അവരെ ഒരു വെള്ള വസ്ത്രവും ഇട്ട് അവർക്ക് നല്ലൊരു പാൻറ്റും അതുപോലെയുള്ളതും. ഡോണ്ട് സെൻഡ് യുവർ ചൈൽഡ് ടു ദ ചർച്ച് വിത്ത് എ ടീ-ഷർട്ട്. നിന്റെ മകൻ പള്ളിയിലേക്ക്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവൻ ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ മകനെ, നീ ദേവാലയത്തിലേക്കാണ് പോകുന്നത്, നീ ആരാധിക്കാൻ പോകുകയാണ്, നീ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്ത മാതാപിതാക്കളെ ദൈവം സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്നതാണ്. മാതാപിതാക്കൾ ചെയ്യേണ്ടതായ ജോലികൾ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് കുഞ്ഞുങ്ങളെ കരുതി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ നാം അർപ്പിക്കുന്നതായ സകലതും വൃഥാവായി പോകുകയില്ല, അന്യാജ്ഞയായി പോകുകയില്ല. They only made some alterations here and there. അഹ്റോന്റെ പുത്രന്മാരും അവിടെയും ഇവിടെയും ചില പരിവർത്തനങ്ങൾ മാത്രമേ ചെയ്യിച്ചിട്ടുള്ളൂ. വളരെ സന്തോഷം. ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകൾ മുഴുവൻ തലയിൽ അവരുടെ കവണിയുടെ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, നീ സ്ത്രീകൾ അവരുടെ തലയിൽ മൂടുപടമിടട്ടെ. പാരമ്പര്യം അതാണ്. വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നതാണ്. മോഡിഫിക്കേഷന് വേണ്ടി ആ തുണിയെ ഒന്ന് തലയിൽ നിന്ന് മാറ്റിയാലും ഒരു കുഴപ്പവുമില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ദിസ് ഇസ് യുവർ പ്രിവിലേജ്. ബട്ട് ദ ബൈബിൾ സേസ് ഇൻ എ ഡിഫറെന്റ് വേ. ഇത് നിങ്ങളുടെ സൗകര്യമാണെന്ന് പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തകം ഇതൊക്കെ ഒന്ന് വായിക്കണം. നിന്റെ പ്രവർത്തനങ്ങൾ യഹോവയുടെ മുൻപാകെ അന്യാജ്ഞയായി മാറുന്നോ എന്ന് നീ ചിന്തിക്കണം. ഇവരൊന്നും ചെയ്തില്ല. മൂന്നാമത് ഇവർ ചെയ്തത് അവർ മോഡിഫിക്കേഷൻ വരുത്തി. They applied their imagination onto it, their creativity into it. ഇവർ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. അഹരോന്റെ പുത്രന്മാർ ചെയ്തത് മറ്റൊന്നും അവർ ചെയ്തില്ല. അവരുടെ ഭാവനയിൽ അവർ ഈ ധൂപം അർപ്പിക്കുന്നത് കുറച്ചും കൂടെ അങ്ങോട്ട് വശ്യകരമാക്കി. It all came from their imagination. ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് വന്ന ഭാവനയുടെ ഫലമായി ആരാധനയിൽ പരിവർത്തനങ്ങൾ വരുത്തി, ധൂപാർച്ചനയിൽ പരിവർത്തനങ്ങൾ വരുത്തി, കുർബാനയിൽ പരിവർത്തനങ്ങൾ വരുത്തി, നോമ്പ് നോക്കുന്നതിൽ പരിവർത്തനങ്ങൾ വരുത്തി. This only what they did. ഇത് മാത്രമേ അവർ ചെയ്തുള്ളൂ. ദൈവമുൻപാകെ ഈ ചെയ്തൊക്കെയും it turned out to be a disaster. ഈ ചെയ്തൊക്കെയും വിനാശകരമായ സംഗതിയിലേക്ക്, അവസ്ഥയിലേക്ക് അവനെ നയിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, you take this passage, you read this passage and you understand this is the best I would say cautionary tale in the whole of the Bible. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതുപോലെ ഇത്രമാത്രം മുന്നറിയിപ്പോടുകൂടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വേദഭാഗം ഇത്ര ശ്രേഷ്ഠമായ വേദഭാഗമാണ്. ഇറ്റ്സ് എ cautionary tale. ഒരു വലിയ മുന്നറിയിപ്പാണ്. നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നീ അർപ്പിക്കുന്നതായ ധൂപവും നീ കാഴ്ചവെക്കുന്നതായ സകലതും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും അന്യാജ്ഞയായി മാറാതെ, സ്പ്യൂരിയസ് ഫയറായി മാറാതെ, irreligious ഫയറായി മാറാതെ, let it be the pristine fire of
Holy Spirit. നിഷ്കളങ്കമായ ദൈവത്തിൻ്റെ, നിഷ്കളങ്കമായ സ്വർഗീയ പിതാവിൻ്റെ ആ ഒരു വലിയ ധൂപം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുവാൻ ദൈവമേ നീ ഇടവരുത്തണമേ. വളരുതായ്മയുടെ ധൂപമല്ല, വികൃതമായ ധൂപമല്ല, സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ദാറ്റ് ഈസ് അനദർ സൈഡ് ഓഫ് ദ ഈഫ്. 58-ാം അധ്യായത്തിന്റെ ഞാൻ പറഞ്ഞു, 2 തരത്തിൽ 2 ഈഫ് ഉണ്ട്. ഈ 2 ഈഫുകളും മാറിക്കഴിയുമ്പോൾ then there comes അപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ, നീ ഇങ്ങനെ ചെയ്ത് വീണ്ടും ഇന്നിങ്ങനെ ചെയ്താൽ നിനക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? then what is going to happen? അപ്പോൾ 8-ാം വാക്യം, നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ നോമ്പും നിന്റെ ഉപവാസവും നിന്റെ ജാഗരണവും ഒക്കെ എന്തായി മാറും? അപ്പോൾ അത് നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. Oh, what a glorious situation into which you and I are going to enter. ഞാനും നിങ്ങൾ കടന്നുപോയി ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് നിങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. You are going to be the light of the world. ഈ 40 ദിവസവും ഉപവസിച്ച മനുഷ്യ, 40 ദിവസവും നീ പ്രാർത്ഥിച്ചു, നീ പീഡാനുവാഴ്ചകളെല്ലാം നീ കുമ്പിട്ടു. Oh, you are going to become the light of the world. You are going to become the light of the world. And നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. അല്ലാതെ നിന്റെ മുറിവുകളൊന്നും പെട്ടെന്ന് ഉണങ്ങി മാറുകയില്ല. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ഈ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ടല്ലേ പരിശുദ്ധ നോമ്പ് സഭ നമുക്ക് ഈ നോമ്പിനെ തന്നിരിക്കുന്നത്. യഹോവ നിനക്ക് മുൻപടയും യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയുമായിരിക്കും. I walk in the glory of our Christ. I walk in the glory of my Lord. I walk in the glory of my Almighty, because the heaven is open, the door is open, and I am one with my Lord, because the seraph has come down with an ember on his feet. ഒരു തീക്കനലുമായി സെറാഫ് താഴേക്ക് വന്നു, എന്റെ വായിന്മേൽ സ്പർശിച്ചു, അശുദ്ധിയിൽ നിന്ന് എന്നെ ശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ നോമ്പ് കഴിഞ്ഞു വരുമ്പോൾ, നോമ്പിന്റെ യാമ പ്രാർത്ഥനകളും ഒക്കെ കഴിയുമ്പോൾ, ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഈ വാക്യം ചോദിക്കും, നീ നിന്റെ വെളിച്ചം നിനക്ക് ഉഷസ് പോലെ പ്രകാശിക്കും. കർത്താവേ, ഈ 40ഉം 45ഉം ദിവസങ്ങളിലൂടെ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കും. ആ നോമ്പിൻ്റെ അവസ്ഥ, അതിൻ്റെ പവിത്രത, അതിൻ്റെ ശ്രേഷ്ഠത അനുഭവിച്ചറിയുവാൻ എനിക്ക് ആയുസ് തരണമേ, എനിക്ക് ആരോഗ്യം തരണമേ. ഇത് രണ്ടും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം വിസ്മരിക്കരുത്. ഇത് അനുഭവിച്ചറിയുവാൻ, ആ ദുഃഖവെള്ളിയാഴ്ചയും ആ പുനരുത്ഥാനവും അതിൻ്റെ പെരുന്നാളുകളും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇതൊന്ന് അനുഭവിച്ചറിയുവാൻ, പഴയതുപോലല്ല, ഒരു പുതിയ സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് വന്ന് ഒരു പുതിയ ജീവിതത്തെ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ വരച്ചെടുത്ത ഒരു ചിത്രം, ആ ചിത്രം വത്തിക്കാനിലെ പോപ്പിനെ കുറിച്ചായിരുന്നു. പോപ്പനെ ആ മനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എ സൂപ്പർമാൻ, എ പോപ്പ്, സൂപ്പർമാൻ. എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? ഈ മനുഷ്യൻ ഈ വത്തിക്കാനിൽ നിന്ന് പോപ്പിന്റെ അരമനയിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് കാണുവാൻ തക്കവണ്ണം വീഥിയിൽ ഒരിടത്ത് ഈ പടം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ പോപ്പ് ഇങ്ങനെ
തൻ്റെ കയ്യിൽ ഒരു സഞ്ചിയും മറ്റേ കയ്യിൽ വേറെ ഏതുമായി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന ഒരു സൂപ്പർമാൻ. ആ മനുഷ്യൻ അതിനകത്ത് എഴുതി, അടിക്കുറിപ്പായിട്ട് എഴുതി, there is a pope who is a superman. There is a pope who is a superman. Why? He has got a black bag in his left hand. ഈ മനുഷ്യന്റെ കയ്യിൽ, ഇടത്തെ കയ്യിൽ ഒരു കറുത്ത സഞ്ചിയുണ്ട്. ആ ഇടത്തെ കറുത്ത സഞ്ചിയിൽ ഒന്നിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് മൂല്യങ്ങൾ, മോറൽസ്. അദ്ദേഹത്തിന്റെ ഇടത്തെ കയ്യിലുള്ളതിൽ ആ കറുത്ത സഞ്ചിയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്വർഗത്തിലേക്ക് പറന്ന് കയറുകയാണ്. എഴുതിയിരിക്കുന്നു മൂല്യങ്ങൾ. വലത് കയ്യിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ജപമാല, കത്തോലിക്കർ ഉപയോഗിക്കുന്ന ജപമാല വലത് കയ്യിലും, അവരെ ആരാധിക്കുന്ന അവരുടെ നേതാവിന്റെ കയ്യിൽ, പോപ്പിന്റെ കയ്യിൽ ഈ കറുത്ത ബാഗും, മോറൽസ് എഴുതിയിരിക്കുന്ന കറുത്ത ബാഗും. മാൻ ഈസ് ഓൺ ഹിസ് ഫ്ലൈറ്റ് ടു ഹെവൻ. ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ നോമ്പ് കഴിയുമ്പോൾ പോപ്പ് സൂപ്പർമാൻ ആണെങ്കിൽ, ഐ ആം ഓൾസോ സൂപ്പർമാൻ ഇൻ മൈ ഓൺ വേ. ഐ ആം എ സൂപ്പർ വുമൺ ഇൻ മൈ ഓൺ വേ. ഐ ഹാവ് നത്തിങ് ടു ടേക്ക് ടു ഹെവൻ. എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് യാതൊന്നുമില്ല. ഈ വിശുദ്ധ നോയമ്പ്, ഈ വിശുദ്ധ ഉപവാസം, ഈ വിശുദ്ധ പ്രാർത്ഥന അഗ്നി കനൽ കൊണ്ട് ശുദ്ധീകരിച്ച വായിൽ നിന്ന്, അഗ്നി കനൽ കൊണ്ട് ശുദ്ധീകരിച്ച ശരീരമായതുകൊണ്ട് ഐ മേക്ക് മൈ ഫ്ലൈറ്റ് ടു ഹെവൻ വിത്ത് ഓൺലി 2 things with me. One is a black bag of morals and the other is my chain. May God help us. May God Almighty shower all His blessings on us. ദൈവമായ കർത്താവ് നമ്മുടെ മേൽ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരേണ്ടത്. നമുക്ക് തലവനിച്ച് അല്പം സമയം ധ്യാനമായിരുന്ന് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. കേട്ട വചനങ്ങളെ നമുക്കൊരു പ്രാവശ്യം കൂടി നമ്മുടെ മനസ്സിൽ ഒന്ന് സൂക്ഷിക്കാം. അഹറോന്റെ പുത്രന്മാർക്കുണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മളുടെ ഇഷ്ടപ്രകാരം വളയ്ക്കാതെയും കോട്ടാതെയും ദൈവത്തിന് നാം അർപ്പിക്കുന്നത് അന്യാജ്ഞയായി മാറാതെ ഇരിക്കുവാൻ, ദൈവമുൻപാകെ സമർപ്പിക്കുന്നത് ദൈവത്തിന് ഇമ്പകരമായി തീരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എന്നെ തന്നെ എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് യെശയ്യാവിലൂടെ നമ്മളെ കേൾപ്പിച്ച ദൈവം എൻ്റെ നോമ്പിൻ്റെ പ്രസക്തിയും, എൻ്റെ ഉപവാസത്തിൻ്റെ പ്രസക്തിയും, എൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തിയും എന്നെ അറിയിച്ചതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അശുദ്ധിയിൽ നിന്ന് ശുദ്ധതയുടെ മടികളിലേക്ക്, സ്വർഗീയ അവസ്ഥയിലേക്ക് യെശയ്യാവിനെ എടുത്ത കർത്താവ്, യെശയ്യാവിനെ വിളിച്ചു ചേർത്ത കർത്താവ് ആ ശുദ്ധ ജീവിതത്തെ വെടിഞ്ഞ് ശുദ്ധതയുടെ മാർഗത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വിളിച്ചു ചേർക്കുവാൻ ഇടവരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞു കുടുംബത്തിലെ സന്തോഷത്തിനും, മാതാപിതാക്കളുടെ സന്തോഷത്തിനും, കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനും, ചേർച്ചക്കാരുടെയും സകല സന്തോഷത്തിനും, പീഡ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ളതായ മാനസികാവസ്ഥയ്ക്കും എല്ലാത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ എൻ്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന യഹോവയായ കർത്താവ്
നിന്റെ വെളിച്ചം നിനക്ക് ഉഷസ് പോലെ ആയിരിക്കുമെന്ന് നമ്മളോട് അരുളി ചെയ്യുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് മുൻപടെയുമായിരിക്കുമെന്ന് നമ്മളോട് അരുളി ചെയ്യുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞാൻ വന്നതുപോലെയല്ല, ഞാൻ ആയിരുന്ന സ്ഥാനത്തു നിന്നല്ല, അതിൽ നിന്ന് വ്യത്യസ്ത മനുഷ്യനായി, വ്യത്യസ്ത സൃഷ്ടിയായി, നിന്റെ ഇമ്പങ്ങളുടെ പരദേശിയുടെ മഹത്വം കാണുന്ന സ്വർഗീയ കവാടം നോക്കി യാത്ര ചെയ്യുന്ന ആ തീർത്ഥാടക സംഘത്തിൻ്റെ തീർത്ഥാടനത്തിൽപ്പെട്ട് ഒരു വ്യക്തിയായി മാറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ ശ്രേഷ്ഠമായ തൻ്റെ അനുഭവത്തിലൂടെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മർമ്മത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ എല്ലാ രീതിയിലും ശക്തരും പ്രാപ്തരും ശുദ്ധമുള്ളവരുമാക്കി തീർക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.